തോന്നുന്നില്ല കേട്ടോ ശ്രീജിത്ത്. അങ്ങനെ അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ ഇതൊരു നോർമൽ പ്രൊസീജിയറിന്റെ ഭാഗമാണ്, സർക്കാരിന് ഇതൊരു ഉത്തരവാദിത്തം ഇല്ല എന്ന്? അങ്ങനെയാണെങ്കിൽ ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ താഴെ തട്ടിൽ പാലിക്കുകയേ വേണ്ട എന്നുള്ളതാണല്ലോ. ചോദ്യമാണ്. അല്ല, ഇപ്പോ വന്ന് ചീഫ് സെക്രട്ടറി അയക്കുന്ന നിർദ്ദേശങ്ങൾ പോലും ഔദ്യോഗികമല്ല എന്ന മട്ടിലേക്കൊക്കെ തന്നെ പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഇതിനെ ന്യായീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ കേരളത്തിലെ വി ഡി സതീശൻ സർക്കാർ വന്നിട്ട് ഏതാണ്ട് 3 മാസം സമയമാകുന്നു. ആ 3 മാസത്തിനുള്ളിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് 3 നിലപാടുകളാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാം. ആദ്യം സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അവിടെ പൂർണ്ണമായിട്ടും അത് വായിക്കുന്നു, അത് ആലപിക്കുകയാണ്, അത് വായിക്കുകയല്ല ആലപിക്കുകയാണ്. അപ്പൊ അതിനുശേഷം അത് വിവാദമാകുന്ന സമയത്ത് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ തന്നെ പറഞ്ഞിരുന്നത് എന്താണ്? നിയമപരമായി അത് പാടുന്നത് നിർബന്ധമല്ല, അതൊരു മാർഗനിർദ്ദേശം മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സർക്കാർ ആദ്യത്തെ 2 സ്റ്റാൻസ എന്നുള്ള പഴയ നിലപാട് തന്നെ എൻഡോഴ്സ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് പിന്നീട് നമ്മൾ നടപ്പാക്കുന്നത് കണ്ടതെപ്പോഴാണ്? അപ്പൊ 2ാമത്തെ നിലപാടായി. ആ നിലപാട് നമ്മൾ കണ്ടതെപ്പോഴാണ്? ആദ്യം കാണുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ്. അവിടെ പോലീസിന്റെ ബാൻഡ് അത് വായിക്കുന്നു, അവിടെ പാടുകയല്ല വായിക്കുകയാണ് ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം. എന്നിട്ട് അതിനെക്കുറിച്ച് തനിക്ക് വിയോജിപ്പുണ്ട് എന്നും തന്റെ ഓഫീസ് ലോക് ഭവനിൽ നിന്ന് നേരത്തെ തന്നെ ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കണം എന്നുള്ള നിർദ്ദേശം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പിന്നെ ഇവിടുത്തെ നിയമസഭാ കാര്യം നോക്കുന്ന ആൾക്കാർക്കുമൊക്കെ നൽകിയിരുന്നുവെന്ന് ഗവർണർ ശ്രീ ആർലേക്കർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആ സമയത്തും മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ആവർത്തിച്ചത് നിയമപരമായിട്ട് ഇത് പാടുന്നത് നിർബന്ധമല്ല, ഡയറക്ഷൻസ് മാത്രമാണുള്ളത്, അതുകൊണ്ട് ഇത് പാലിക്കേണ്ടതില്ല എന്നുള്ളതാണ്. മാർഗനിർദ്ദേശം മാത്രമാണ്, അത് നിർബന്ധമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം 3ാമത്തെ നിലപാടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം ഇത് വീണ്ടും സർക്കാർ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ സെലിബ്രേഷൻസ്, ഒരുപക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് കേരളത്തിൽ ഏറ്റവും വ്യാപകമായിട്ട് നടക്കാൻ പോകുന്ന സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ കീഴിലാണ്. കാരണം അവർക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എത്രത്തോളം പഞ്ചായത്തുകളുണ്ട്, എത്രത്തോളം മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, അവിടെ എല്ലാം തന്നെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശ്രദ്ധ കിട്ടുന്ന രീതിയിലത്തേക്ക് ഈ ആഘോഷ പരിപാടികൾ നടത്താൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ 3 മാസം ആകുന്നതിന് മുമ്പ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് 3 നിലപാടുകൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് 1ാമത്തെ കാര്യം. 2, ഇപ്പോ ശ്രീ എൻ ഷംസുദ്ദീൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ചെറിയ കുട്ടികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം എന്താണ്? ഇത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണെന്ന്. ആ സർക്കുലറിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇത് ലോക് ഭവനിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് എന്ന്? വളരെ വ്യക്തമായിട്ട് അത് പറയുന്നത് കഴിഞ്ഞ ജൂലൈ മാസം 14-ാം തീയതി കേന്ദ്ര കൾച്ചർ മിനിസ്ട്രി, സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ഡയറക്ഷനാണ്. അതിന്റെ കത്ത് ഉണ്ട്. ആ കത്ത് നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒറിജിനൽ DO നമുക്ക് കിട്ടും. ആ നിർദ്ദേശത്തിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഇത് പറയുന്നത്. അതായത് ഏതാണ്ട് 3 ആഴ്ച മുൻപ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് 3 ആഴ്ച, അത് കിട്ടിയിട്ട് 3 ആഴ്ച കഴിയുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് ഒരു DO ഇറക്കുമ്പോൾ അതിനെപ്പറ്റി സർക്കാരിന് അറിയില്ലേ? ചീഫ് സെക്രട്ടറി ഇത് സർക്കാരിനോട് സംസാരിച്ചിട്ടില്ലേ? അത് മാത്രമല്ല, ഇതിനകത്ത് അതിനു മുൻപ് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയതാണ് വന്ദേ മാതരം ആലപിക്കുമ്പോൾ എന്തെല്ലാം പ്രോട്ടോകോളാണ് സ്വീകരിക്കേണ്ടത് എന്ന്. മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയിരുന്നു. അപ്പോൾ അതാണ് കേന്ദ്ര നിർദ്ദേശം എന്ന് പറയുന്നത്. ആ കേന്ദ്ര നിർദ്ദേശം പാലിക്കണമെന്ന് ഈ കത്തിൽ, ഈ DOയിൽ കൃത്യമായിട്ട് ചീഫ് സെക്രട്ടറി പറയുന്നുമുണ്ട്. അപ്പോൾ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു വരിയില്ല. പക്ഷേ കേന്ദ്ര നിർദ്ദേശം മുഴുവനായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര നിർദ്ദേശം മുഴുവനായിട്ട് പാലിക്കണമെന്ന് പറയുമ്പോൾ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണം എന്നുള്ളത് തന്നെയാണ്. മഞ്ജുഷ, അത് വളരെ കൃത്യമായിട്ട് നോക്കൂ. ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ ലൈൻ എന്ന് പറയുന്നത് തന്നെ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ റെസിറ്റേഷൻ ഓഫ് വന്ദേ മാതരം വിൽ ബി ഫോളോഡ് ഇൻ ഫുൾ. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇനി സാധ്യത ബാക്കിയില്ല. കാരണം കേന്ദ്ര സർക്കാർ വന്ദേ മാതര ആലാപനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ നൽകിയിരിക്കുന്നത് അത് പൂർണ്ണമായിട്ടും അതേപടി തന്നെ നമ്മൾ അനുവർത്തിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വന്ദേ മാതരത്തിന്റെ 6 സ്റ്റാൻസുകളും പൂർണ്ണമായിട്ട് പാടുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കാര്യം, ഇവിടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരുന്ന ന്യായത്തിലേക്ക് പോയാലോ? അതായത് നിയമപ്രകാരം എന്തെങ്കിലും തരത്തിലൊരു കാര്യം വന്നിട്ടില്ല, ഇത് മാർഗനിർദ്ദേശം മാത്രമാണ്. ഇപ്പോഴും മാർഗനിർദ്ദേശം മാത്രമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് സർക്കാരിന്റെ ആ നയത്തിനനുസരിച്ച് അതിനെ മാറ്റിയില്ല? ഇത് നിയമപ്രകാരം വന്നിട്ടില്ലല്ലോ. ഇപ്പൊ ഈ അയച്ചിരിക്കുന്നത് ഒരു DO ആണ്, അത് നിയമമല്ല. നേരത്തെ ഇടയ്ക്ക് ജൂലൈ 30-ാം തീയതി കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. പക്ഷെ ആ നിയമം കൊണ്ടുവരുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണോ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട്, ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അവഹേളനമായിട്ട് പരിഗണിക്കപ്പെടുന്നത്, അതിന് എന്തൊക്കെ തരത്തിലുള്ള ശിക്ഷയാണോ കൊടുക്കുന്നത്, അതേ ശിക്ഷ വന്ദേ മാതരത്തിനും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വന്ദേ മാതരം ആലപിക്കുന്നതിനെ നിർബന്ധിതമാക്കിയിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശത്തിനെ മറ്റുള്ള ആൾക്കാർക്ക് ഈ ഒരു ലൈൻ ഇല്ലാതെ കൊടുക്കാമായിരുന്നു. കാരണം ഇത് ഈ കൾച്ചർ മിനിസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്ന സാധനത്തിനെ അതേപടി ഫോർവേഡ് ചെയ്യുകയല്ലോ. ഇതിലെ കുടുംബശ്രീയെ പറ്റി പറയുന്നുണ്ട്, കുടുംബശ്രീ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിവിടെ ഒറിജിനലായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഡിഒ ആണ്. അപ്പൊ അതിൽ ശ്രീത്, അത് എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ ഈ പ്രഖ്യാപിതമായ നിലപാടിൽ വെള്ളം ചേർക്കുന്നത്? ഇതിപ്പോൾ അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു കേന്ദ്ര നിർദ്ദേശമാണ്, നിയമപരമായി ബാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും അതിന് പിന്നിലെ ഘടകം? മഞ്ജുഷ്, അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത മറ്റെത്രയോ വിഷയങ്ങളിൽ ഈ ചുരുങ്ങിയ 2.5 മാസം 3 മാസത്തിനുള്ളിൽ ഈ സർക്കാർ യു ടേൺ എടുത്തിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു വിഡ്രോവൽ ക്ലോസ്, അത് സംസ്ഥാനത്തിന് പിന്മാറണമെങ്കിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദേ ക്യാൻ വിഡ്രോ ഫ്രം ദ സ്കീം എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിരിക്കുമ്പോൾ, പാർലമെന്റിൽ പറഞ്ഞിരിക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ ന്യായം എന്താണ്? പഴയ സർക്കാർ ഒപ്പിട്ടു, അബേയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിതമാണ്, അതിന്റെ പൈസയും വാങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ ആ പൈസ അതുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല. ഇവർക്ക് പിന്മാറാം, കെപ്റ്റിൻ അബയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പയർ ആകും എന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ സമയത്തുണ്ടായിരുന്ന നെസസിറ്റി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് കിട്ടുന്നതിന് നമ്മൾ മാറി നിൽക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ്. ഫണ്ടിന്റെ പ്രശ്നം പോലും ഇല്ലല്ലോ ശ്രീത് പണിക്കർ. മാത്രമല്ല, ഇവിടെ മുസ്ലിം ലീഗിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നുകൂടിയാണ് വന്ദേമാതരം മുഴുവൻ ചരണവും പാടണം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് വരുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തു, പക്ഷെ കോൺഗ്രസിന് വേണമെങ്കിൽ ആ നിലപാടിൽ നിന്നൊക്കെ മാറാം, കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർക്ക് അത് പാടുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല മുഴുവനായിട്ട് ആലപിക്കുന്നത്. മുസ്ലിം ലീഗ് എങ്ങനെ ഇതിനെ ന്യായീകരിക്കും? മഞ്ജുഷ്, ഞാൻ മനസ്സിലാക്കുന്നത് നയപരമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയും ഇപ്പോഴത്തെ UDF സർക്കാരിനില്ല. UDF സർക്കാരിന്റെ ആ യു എന്ന് പറയുന്നത് യു ടേൺ എന്ന രീതിയിലത്തേക്ക് മാറിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വിമർശനത്തിനെ അവർ ഇതിനോടകം തന്നെ സാധൂകരിക്കുന്നില്ല. ഇപ്പൊ PM ശ്രീ ഒരു വിഷയം മാത്രമാണ്. ഈ പ്രഖ്യാപിത മദ്യനയത്തിനെ മൊത്തം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ലോ ആൽക്കഹോൾ ബിവറേജിനെ വളരെ വ്യാപകമാക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞ ടാക്സ് അതിന് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. UDF-ൽ ചർച്ച ചെയ്തിരുന്നതല്ല. അപ്പൊ ആരുടെയോ താല്പര്യത്തിനനുസരിച്ച് അതിനെ കൊണ്ടുവന്ന് നമ്മുടെ ബജറ്റിലേക്ക് കുത്തിക്കയറ്റി. അതിനെ വിമർശിച്ചുകൊണ്ട് ആരാ വന്നിരിക്കുന്നത്? നമ്മുടെ വിമർശനമൊക്കെ വിട്ടേക്കൂ, VM സുധീരൻ അടക്കമുള്ള ആൾക്കാർ വന്നു. VM സുധീരൻ വിമർശിച്ചിരിക്കുന്ന മറ്റൊരു കാര്യത്തിലും അതേപോലെ തന്നെ സർക്കാർ യു ടേൺ എടുക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടുത്തെ ആ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള കാര്യവും ഉണ്ടാവരുത് എന്ന് VM സുധീരനെ പോലെയുള്ള ആൾക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോടും ചർച്ച ചെയ്യാതെ അത് കൊണ്ടുവന്നിരിക്കുന്നു. ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യം, ടാറ്റയുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം, എത്രയോ കാര്യങ്ങളിൽ യു ടേൺ എടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു സർക്കാർ 3 വർഷത്തിൽ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ യു ടേൺ 2.5 മാസത്തിനുള്ളിൽ ഇവർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ സർക്കാരിന്റെ പണം കിട്ടുമോ കിട്ടില്ലയോ, നയപരമായിട്ടുള്ള കാര്യമാണോ അല്ലയോ ഇല്ലയോ, ഇത് നാഥനില്ലാത്ത ഭരണമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്ക് തോന്നുന്ന ആൾക്കാർ, അതായത് നയപരമായിട്ട് സർക്കാരിന്റെ ഒരു കാര്യത്തിന് ഒരു ഇതുമില്ല, കേന്ദ്ര സർക്കാരിന്റെയോ ലോക്ഭവന്റെയോ എന്തോ ഒരു നിർദ്ദേശം വന്നു, എന്നാൽ ചീഫ് സെക്രട്ടറി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാർക്കും അയക്കുകയാണ് എന്ന രീതിയിലത്തേക്കാണോ ഭരണം നടക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സർക്കുലറെങ്കിലോ? താങ്കൾ എന്തായാലും പക്ഷേ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കുന്നതിനെ എതിർക്കുന്നില്ലല്ലോ അല്ലെ ശ്രീത്തിന്റെ നിലപാട് അങ്ങനെയല്ലല്ലോ. അല്ലല്ല, ഞാൻ പറയുന്നത് വന്ദേമാതരം എന്ന ഗാനത്തിന്റെ 6 സ്റ്റാൻസയും പാടേണ്ടത് തന്നെയാണ്. അതിൽ ഇവരെടുക്കുന്ന ഇരട്ടത്താപ്പിനെയാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് നിലപാടിൽ കൃത്യത ഉണ്ടാവുക. നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എതിർത്തോ. ഇപ്പൊ LDF-ന്റെ നിലപാട് എന്താണ്? വന്ദേമാതരത്തിന്റെ 2 സ്റ്റാൻസ മതിയെന്നാണ്. അവരതിൽ വെള്ളം ചേർക്കുന്നില്ല. അപ്പൊ അവരുടെ ആ നിലപാടിനെ ഞാൻ എതിർക്കുമ്പോഴും അവരുടെ നിലപാടിലെ സത്യസന്ധതയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ലീഗിന്റെ നിലപാട് എന്താണ് നമുക്കറിയില്ല. കാരണം അവർ ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ 3 മാസത്തിൽ 3 നിലപാട്. രാജ്ഭവൻ എന്നുള്ള വിശദീകരണം തീരെ അബദ്ധമാണ്. എൻ ഷംസുദ്ദീൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം എന്നുള്ള വലിയൊരു അബദ്ധമായി മാറിയിരിക്കുകയാണ്. ശ്രീ അബ്ദുസമദ്, ഇതിപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.